ചിലരൊക്കെ ഭൂമിയിൽ ജനിക്കുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടെ ആയിരിക്കും. ചിലരിലേക്കൊരു നിയോഗം പോലെ എത്തിച്ചേർന്നേക്കാം. അപ്പോഴാവും അവരുടെ ജന്മോദ്ദേശ്യം സാധ്യമാവുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്തോ ചില ഗൂഢപദ്ധതികളുമായി എന്നിലേക്കൊരു നിയോഗമായി വന്നു ചേർന്നൊരു ജീവൻ. എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ പോലെ. അങ്ങനെ എനിക്ക് വന്നു ചേർന്നൊരു ഭാഗ്യം, എൻ്റെ കുഞ്ഞു ഹൃദയം. അതെ, ഇത് ശക്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. എന്നാൽ നമുക്ക് കഥയുടെ ബാക്കി പറയാം. എനിക്കൊരു ചിറക് വെച്ച് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് തോന്നിപ്പോയി. എത്രയും വേഗം എൻ്റെ കുഞ്ഞിനടുത്തെത്താൻ മനസ്സ് വെമ്പൽ കൊണ്ടു. 1 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ചാലക്കുടി എത്തി. വിശപ്പും ദാഹവും ഒക്കെ നല്ലതുപോലെയുണ്ട്. തളർന്നു വീഴുമെന്ന് തോന്നി. എന്നാലും ഒരിറ്റ് വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നിയില്ല. കുഞ്ഞിനെ ഒന്ന് കാണാതെ, അവൻ എന്തെങ്കിലും കഴിക്കാതെ എനിക്കൊന്നും ഇറങ്ങത്തില്ല. അതവൻ വീട്ടിലുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അവൻ കഴിക്കാതെ ഞാൻ കഴിക്കാറില്ല. ചാലക്കുടിയിൽ നിന്നൊരു ഓർഡിനറി ബസ്സിൽ കയറി വേറൊരു സ്റ്റോപ്പിലിറങ്ങി. അവിടുന്ന് വീണ്ടും പ്രൈവറ്റ് ബസ്സിന് വേണം ഇരിങ്ങാലക്കുടയ്ക്ക് പോവാൻ. കണ്ടിട്ടില്ലാത്ത അറിയാത്ത വഴികളിലൂടെയൊക്കെ ചോദിച്ചും പറഞ്ഞും ഒടുവിൽ ഞാൻ ആ ഷെൽട്ടറിൻ്റെ മുമ്പിലെത്തിയപ്പോൾ 2:30 കഴിഞ്ഞിരുന്നു. പുറത്തെങ്ങും ആരെയും കാണാനില്ല. കുറേ മിണ്ടാപ്രാണികൾ മാത്രം. ഞാൻ ഷെൽട്ടറിൻ്റെ ഉടമസ്ഥനെ വിളിച്ചു. ഇപ്പോൾ ആൾ വന്ന് ഗേറ്റ് തുറന്നു വരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കാത്തു നിൽക്കാനുള്ള ക്ഷമയുണ്ടായില്ല. ഞാൻ ഗേറ്റിന് മുകളിലൂടെ കൈയിട്ട് ഒരുവിധം ലോക്കെടുത്ത് മാറ്റി. ഗേറ്റ് തുറന്നകത്തേക്ക് കയറിയപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ എൻ്റെ നേരെ കുറച്ചുകൊണ്ട് ഓടി വന്നു. പക്ഷേ എനിക്ക് ആരെയും പേടിയൊന്നും തോന്നിയില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി. കടിച്ചാലും വേണ്ടില്ല, ഒന്നും വേണ്ടില്ല. ഓടി വന്നവരാരും പക്ഷേ എന്നെ ഒന്നും ചെയ്തില്ല. സ്ഥിരപരിചയമുള്ള ഒരാളോടെന്ന പോലെ അവർ പിന്നെ എൻ്റെ കൂടെ നടന്നു. ഞാൻ ഓടിച്ചെന്ന് ആ വീടിനുള്ളിൽ കയറി. എൻ്റെ മോനെ അടച്ചിട്ട മുറി ലക്ഷ്യമാക്കി ചെന്ന്. ഇയാൾ ജനലിൽ കൂടി കാണുന്നുണ്ടായിരുന്നു ഞാൻ വരുന്നത്. ഞാൻ ആ മുറിയുടെ പൂട്ട് തുറന്ന് അകത്ത് കയറിയ നിമിഷം എൻ്റെ കുഞ്ഞൊരു കരച്ചിൽ. എൻ്റെ പൊന്നുമോന് ചാടി എൻ്റെ ദേഹത്ത് കയറി. എന്തൊക്കെയോ പരാതികൾ പറയുന്നു, ഉമ്മ തരുന്നു, നക്കി തുടയ്ക്കുന്നു, വെള്ളം കുടിച്ച് കാണിക്കുന്നു, മൂത്രം ഒഴിച്ച് കാണിക്കുന്നു. എന്തൊക്കെ ചെയ്യണമെന്ന് അവന് തന്നെ അറിയില്ല. അവിടുത്തെ ആ ജോലിക്കാരൻ ചേട്ടൻ പറഞ്ഞു ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്ന്. ഇപ്പോഴാണ് എൻ്റെ തൊണ്ടയൊന്ന് നനഞ്ഞതെന്ന്. ഡിമോറിൽ നിന്നിറക്കി അവരുടെ ഓട്ടോയിൽ കയറ്റിയ സമയം കഴുത്തിലെ ബെൽറ്റ് അങ്ങൂരിപ്പോയായിരുന്നു. കുഞ്ഞ് പേടിച്ചോടി ആ റോഡിലൂടെ. ഞാൻ അവൻ്റെ ബെൽറ്റ് അത്ര ടൈറ്റാക്കാറില്ല. അവർ പിടിച്ചപ്പോൾ അവരുടെ കൂടെ പോകാതെ പുറകോട്ട് വലിഞ്ഞ് തലയിൽ നിന്ന് ബെൽറ്റ് അങ്ങൂരിപ്പോയി. വാഹനങ്ങൾ നിറയെയുള്ള റോഡിൽ ആ ചേട്ടനെ പുറകെ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ പുള്ളിക്കൊരു കടിയും കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളി കുറേ പരാതികൾ പറഞ്ഞു. അവിടെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ടാണല്ലോ ഇവൻ ചെന്നത്. പിന്നെ വൈകിട്ടത്തെ ഫുഡേ ഉള്ളൂ. അതുവരെ എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തു. അപ്പോഴേക്കും ഷെൽട്ടറിൻ്റെ ഓണർ വന്നു. ഷെൽട്ടറിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, അവരുടെ സമ്മതമില്ലാതെ പറയാൻ കഴിയില്ലല്ലോ. 3 മണി ആയപ്പോഴേക്കും ആഹാരം റെഡിയായി. അത് വയറ് നിറയെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറക്കി നടത്തി. എൻ്റെ കൂടെ അവിടെയൊക്കെ നടന്നു. ആരോടും വലിയ കുസ്തിക്കൊന്നും പോയില്ല. പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇത്തിരി കോഴിത്തരമൊക്കെ കാണിച്ചു. ഇവിടെ കൊച്ചമണിയെ കൂടാതെ വേറൊരു പ്രേമം ഉണ്ടായിരുന്നു കേട്ടോ, ലച്ചു. അവളെ 2018 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ അടുത്ത് ആർക്കോ കിട്ടിയതാണ്. ഒരു സ്പിറ്റ്സാണ്. അവൾ ഇടയ്ക്കിടെ വീട്ടിൽ വരുമായിരുന്നു. അവളുടെ വീട്ടിലെ മുത്തശ്ശനെ ഇവിടുത്തെ മുത്തശ്ശനെ കാണാൻ വരുമ്പോൾ കൂടെ വരുന്നതാണ്. അവളെ അങ്ങനെ കെട്ടിയിടാറൊന്നുമില്ല. അങ്ങനെ അവളെ ലൈനടിച്ച്. പക്ഷേ അവൾക്കൊരു കുഴപ്പമുണ്ടേ, വീടിനകത്ത് കയറി മുള്ളി വെക്കും. അങ്ങനെ പലതവണയായപ്പോൾ അവളെ ഞാൻ തന്നെ ഓടിച്ചു. അവളെപ്പോലൊരു പെൺകൊച്ചിനെ ഷെൽട്ടറിൽ കണ്ടപ്പോൾ ഇങ്ങേർക്ക് അവളോടങ്ങ് പ്രേമം മൂത്തു. പക്ഷേ അവൾക്ക് അവിടെ ഒരു കാമുകനുണ്ട്. അവനിച്ചിരി പ്രശ്നക്കാരനാണ്. അവളും അവളുടെ കാമുകൻ ചെക്കനുമാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇതന്ന് ഞങ്ങൾ ആ ഷെൽട്ടറിൽ പോയ ദിവസം എടുത്ത വീഡിയോസാണ്. അവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. നിനക്ക് ക്ഷണയുണ്ട്, ഇപ്പുറത്തോട്ട് വാടാ, കടിച്ച് കീടുമെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും തിന്നാതെ മെലിഞ്ഞ് തേമ്പി ഇരിക്കുവാണെങ്കിലും ശൗര്യത്തിന് കുറവൊന്നുമില്ല. പ്രശ്നക്കാരെയൊക്കെ അവിടെ സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ്. ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് നാക്കുകൊണ്ടുള്ള യുദ്ധമേ നടന്നുള്ളൂ. അല്ലെങ്കിൽ അവിടെ വല്ലതൊക്കെ നടന്നേനെ അന്നേരം. ഇടയ്ക്ക് അണ്ണനെ വീഡിയോ കോൾ വിളിച്ചു. കുറേ സമയം എൻ്റെ കൂടെ അവിടെ എല്ലാം നടന്നു. മണ്ണ് മാന്തുന്നു, ഓടിച്ചാടി നടക്കുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങ് സെറ്റാവുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം. അവിടെ അങ്ങ് കൂടിക്കോളും. കെട്ടും പൂട്ടുമൊന്നും ഇല്ലാതെ ഓടിച്ചാടി നടക്കാം. പ്രശ്നക്കാരെ ഫെൻസിങ് തിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പേടിക്കുകയും വേണ്ട. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആ വലിയ ടെൻഷനൊന്ന് മാറിക്കിട്ടി. പിന്നെ ഇട്ടിട്ട് പോരുന്നൊരു സങ്കടമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ആ ചേട്ടൻ എനിക്കൊരു കട്ടൻ കാപ്പി ഇട്ട് തന്നു.
അന്നത്തെ എൻ്റെ ആഹാരമാണത്. രാവിലെ 6 മണിക്ക് ഒരു കട്ടൻ കുടിച്ചതാണ്. അവർ പറഞ്ഞു പോകാൻ നേരം ഇയാളെ മുറിയിലിട്ട് പൂട്ടിയിട്ടേ പോകാവൂന്ന്. ഇവിടെ എല്ലാവരെയും ഒന്ന് പരിചയമായിട്ടേ തുറന്ന് വിടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 6 മണി ആയപ്പോൾ അകത്ത് കയറ്റി മുറിയിൽ ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ പോകുവാണെന്ന് മനസ്സിലായപ്പോൾ കരയാൻ തുടങ്ങി. ഇയാൾ കരുതി ഞാനും അവിടെ താമസിക്കുമെന്ന്. ഒരു ദിവസം കൂടെ നിന്ന് ഇയാളെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു ചുരിദാർ കൂടി എക്സ്ട്രാ കരുതിയത്. പക്ഷെ അവിടെ താമസിക്കാൻ കഴിയില്ല. അവിടെ 2 ജോലിക്കാർ മാത്രമാണ് ഉള്ളത്. ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഷെൽട്ടറിൻ്റെ ഓണർ പറഞ്ഞു, ചേച്ചി വെയിറ്റ് ചെയ്യുക, ഞാനും കൂടി വരാം, ഗുരുവായൂർ കൊണ്ടുവിടാം. അവിടെ കുടുംബശ്രീക്കാരുടെ താമസ സൗകര്യമുണ്ട്. 200 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ്. ഞാൻ അവിടെ താമസിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ചെക്കൻ എൻ്റെ കൂടെ വരാമെന്നേറ്റു. അവിടെ കൊണ്ടുവിടാമെന്ന്. അവനും 6 റൂട്ടിലാണ് പോകേണ്ടത്. പക്ഷേ ബസ് സ്റ്റോപ്പിൽ അവനെ കാത്തു നിന്ന് ഇരിങ്ങാലക്കുടയ്ക്കുള്ള ലാസ്റ്റ് ബസ്സും പോയി. ആ പയ്യനൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലെത്തി. അവിടുന്ന് ബസ് കയറി തൃശ്ശൂർ, പിന്നെ ഗുരുവായൂർക്ക്. ഞാൻ വിചാരിച്ചത് ഗുരുവായൂരൊക്കെ അവിടെ അടുത്താണെന്ന്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തിയപ്പോൾ തന്നെ സമയം 10 മണി കഴിഞ്ഞു. കുടുംബശ്രീക്കാരെയൊക്കെ കണ്ടുപിടിക്കാൻ ആ പയ്യൻ എന്നെ സഹായിച്ചു. റൂം എടുത്ത് തന്നിട്ട് അവൻ തിരികെ പോയി. പോകും മുമ്പ് ഞാൻ പറഞ്ഞു അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക എൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടോയെന്ന്. അവൻ വിളിച്ചപ്പോൾ കുഴപ്പമില്ല, മിണ്ടാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കും സമാധാനം. പിന്നെയാണ് ഞാൻ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചത്. എന്നാലും മനസ്സിന് വല്ലാത്ത ഭാരം. എൻ്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോവുകയാണല്ലോ. എൻ്റെ മോൻ എന്നെ കാണാതെ വിഷമിക്കുമല്ലോ. സ്വയം സമാധാനിക്കാൻ നോക്കിയിട്ടും ഹൃദയം അങ്ങോട്ട് വക വെക്കുന്നില്ല. അതിങ്ങനെ പെരുമ്പറ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ആപത്ത് സൂചന പോലെ മനസ്സിലിങ്ങനെ തോന്നുന്നു. ഞാൻ വേഗം റൂമിലെത്തി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് റൂംസാണ്. എന്നെ കൂടാതെ 3 പേരും കൂടി ഉണ്ടായിരുന്നു റൂമിൽ. അവരൊക്കെ ഗുരുവായൂർ തൊഴാൻ വന്നതാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. മനസ്സ് നിറയെ ഈ കുഞ്ഞു മുഖമാണ്. അവിടെ കൃഷ്ണനെ ഓർക്കാനൊന്നും നേരമില്ല. അല്ലെങ്കിൽ തന്നെ ഓനോട് ഞാൻ പിണക്കത്തില്ല. ജീവിതം അങ്ങനെ ആയിപ്പോയി. കൃഷ്ണൻ എന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോലും അറിയാതെ സ്വയം ആ മുന്നിൽ ചെന്ന് നിൽക്കും. അല്ലാതെ എൻ്റെ താല്പര്യത്തിനോ കാര്യസാധത്തിനോ എന്തെങ്കിലും ആവശ്യം പറയാനോ ഒന്നും ആ മുന്നിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും ഈ നിമിഷം വരെയും ഗുരുവായൂരമ്പലം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഓന് കാണാൻ തോന്നിയാൽ ഞാനവിടെ ചെല്ലും. ഇല്ലെങ്കിൽ ഈ ജന്മം ഇങ്ങനെ അങ്ങ് തീരട്ടെ. ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. തല പൊട്ടിപ്പോകുന്ന വേദന, ടെൻഷനും, ഫുഡ് കഴിക്കാതിരുന്നതും, മൈഗ്രെയിൻ അങ്ങ് സംഹാര താണ്ഡവം തുടങ്ങി. ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. പക്ഷേ ഉറക്കം വന്നില്ല. ഇൻഹേലറാണെ കൊണ്ടുവന്നിട്ടില്ല. മഴക്കാലം, ആസ്മ ഒട്ടും ഉറങ്ങാൻ സമ്മതിക്കുന്ന സമയമല്ല. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് കുഞ്ഞിൻ്റെ കുസൃതികൾ മനസ്സിൽ നിറച്ച് അങ്ങനെ കിടന്നു. 1 മണി ആയപ്പോൾ മുതൽ റൂമിൽ പെണ്ണുങ്ങളുടെ കലവില കേൾക്കാം. അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കവും ബഹളമൊക്കെയാണ്. ഏതാണ്ട് കല്യാണത്തലേന്ന് വീട്ടിൽ നടക്കുന്ന ബഹളം പോലെയുണ്ട്. കണ്ണിലൊരു മയക്കം വന്നു തുടങ്ങിയതും അതോടെ പോയി കിട്ടി. ഒരുവിധം 5 മണിയാക്കിയെടുത്തു. പിന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു. ഒരു കാപ്പി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ തുള്ളിക്കൊരു കൂടം പോലെ മഴയാണ്. ജൂൺ മാസം. പുറത്തിറങ്ങിപ്പോയി ഒരു കാപ്പി കുടിക്കാൻ ഒരു കുട പോലും എൻ്റെ കയ്യിലില്ല. രാവിലെ ഷെൽട്ടറിൽ പോയി ഒന്നുകൂടെ കുഞ്ഞിനെ കാണണം. 2 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. അതുവരെ അവൻ്റെ കൂടെ നിൽക്കാം. അങ്ങനെയൊക്കെയാണ് പ്ലാന്. മഴയൊന്ന് തുള്ളി തോർന്നിട്ട് വേണം ഇറങ്ങാൻ. സമയം 6 ആയി, 7 ആയി, 7:30 ആയി. മഴ തോരുന്നില്ല. കുടയെടുക്കാതെ പോകുന്നത് ഓർത്ത് ഞാൻ എന്നോട് തന്നെ ദേഷ്യപ്പെട്ടു. എത്രയും വേഗം ഒന്ന് കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയാൽ മതി. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. ഷെൽട്ടറിൻ്റെ ഉടമയാണ്. ചേച്ചി വീട്ടിലേക്ക് തിരിച്ചോ? ഞാൻ പറഞ്ഞില്ല, മഴയൊന്ന് തോർന്നിട്ട് ഷെൽട്ടറിൽ വന്നിട്ടേ പോകുന്നുള്ളൂ. എന്നാൽ ചേച്ചി ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം ഷെൽട്ടറിലോട്ട് ചെല്ലേ. അവൻ മിസ്സിങ് ആണ്. മതിൽ ചാടിപ്പോയി അവന്. ദൈവമേ, എൻ്റെ കുഞ്ഞു പോയെന്നോ? ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച് പോകുന്നതല്ലേ. എൻ്റെ ചങ്കിപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നി. അത് ചേച്ചി ഇന്നലെ അവനെ ഇറക്കി നടത്തിയപ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ. അവൻ എല്ലാവരോടും ഇണങ്ങിയ പോലൊക്കെ തോന്നി. അതുകൊണ്ട് അവർ രാവിലെ ഫുഡ് കൊടുക്കാൻ നേരം ഒന്ന് വെളിയിൽ ഇറക്കിയതാ. എല്ലാവർക്കും കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ അവനെ കാണുന്നില്ല. അവരവിടെ എല്ലാം വിളിച്ച് നടന്നിട്ടും കണ്ടില്ല. ചേച്ചി ഒന്ന് വന്ന് വിളിച്ചാൽ ചിലപ്പോൾ ചേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ ഇറങ്ങി വരും, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാണെങ്കിൽ. അതുകൊണ്ടാണ് ചേച്ചി ഒന്ന് പെട്ടെന്ന് ചെല്ല്. ആ പയ്യൻ എന്നോടിത് പറയുമ്പോൾ എൻ്റെ ചെവിയൊക്കെ അങ്ങ് കൊട്ടി അടച്ചതുപോലെ ആയിപ്പോയി. എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിനെ ഇനി ഞാൻ എവിടെ പോയി തപ്പും? മഴ തോരാനൊന്നും കാത്തു നിന്നില്ല. ആ നിമിഷം ഞാൻ ആ പെരുമഴയിലേക്ക് ഇറങ്ങി നടന്നു.